മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കേരള PSCയുടെ ഫെബ്രുവരി മാസത്തെ എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട പരീക്ഷകൾ. ഇതിനകത്ത് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? 2023 മുതൽ ഒരുപാട് പേര് കാത്തിരുന്ന ആ എക്സാം ഡേറ്റ് ആണ്. 2023 വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇതുവരെ എക്സാം നടന്നിട്ടില്ല. ആ എക്സാം ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഒന്നാമത്തേത് കാറ്റഗറി നമ്പർ 97/2025 അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം വരുന്നത് 4 ബുധനാഴ്ച, അതായത് ഫെബ്രുവരി 4 എക്സാം ഡേറ്റ് ആയിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു എക്സാം എന്ന് പറയുന്നത് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ. സോ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ കാറ്റഗറി നമ്പർ 502/2023 502/2023. ദെൻ അത് കഴിഞ്ഞ എല്ലാ ജില്ലകളിലും വന്നിട്ടുണ്ട്. അവിടെ എക്സാം ഡേറ്റ് നോക്കുകയാണെങ്കിൽ എക്സാം എന്നാണ്? എക്സാം വരുന്നത് 6 ഫെബ്രുവരി 6 എക്സാം വരുന്നത് കേട്ടോ. അതായത് തിരുവനന്തപുരം, അതേപോലെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് 14 ജില്ലകളുടെയും എക്സാം ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്നാ എക്സാം വരുന്നത്? 7 എക്സാം വരുന്നത്. 7 ശനിയാഴ്ചയാണ് എക്സാം വരുന്നത് കേട്ടോ. 7 ശനിയാഴ്ച. ഓക്കെ അല്ലേ? ഓക്കെ, 7 ശനിയാഴ്ച. അത് കഴിഞ്ഞ നെക്സ്റ്റ് അടുത്ത എക്സാമിലേക്ക് നമുക്ക് പോവാം. അടുത്ത വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട എക്സാം ഏതാണ്? AE വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വേറെ അസിസ്റ്റന്റ് പ്രൊഫസർ വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ അടുത്ത് വേറെ വന്നിരിക്കുന്നത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവറുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ കാറ്റഗറി നമ്പർ 386/2025 386/2025. അതും ഒരു നോക്കി, അത് എക്സാം ഡേറ്റ് വരുന്നത് 25/2/2026 എക്സാം ഡേറ്റ് വരുന്നത്. അതായത് 25 ഫെബ്രുവരിയിലാണ് എക്സാം വരുന്നത്. അത് കഴിഞ്ഞ ബാക്കി എക്സാംസ് ബാക്കി സിവിൽ എക്സൈസ് ഡ്രൈവർ ബാക്കി വേറെ ഒന്നും വന്നിട്ടില്ല. അസിസ്റ്റന്റ് പാർട്ട് 2 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒക്കെ അസിസ്റ്റന്റ് പാർട്ട് 2 പ്രധാനപ്പെട്ട ബാക്കിയൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള സന്തോഷകരമായ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് SBCID എക്സാം ഡേറ്റ് ഇതിനകത്തില്ല. അപ്പൊ അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ എക്സാം ഡേറ്റും ഇതിനകത്തില്ല. ഇപ്പൊ നമ്മൾ എക്സൈസ് ഇൻസ്പെക്ടർ നോക്കുകയാണെങ്കിൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞായിരുന്നു. നിലവിൽ റാങ്ക് ലിസ്റ്റ് ഇല്ല. അപ്പൊ നമ്മൾക്ക് വിചാരിച്ചത് മേ ബി ചിലപ്പോൾ ഫെബ്രുവരിയിൽ എക്സാം ഡേറ്റ് വരാം. അതേപോലെ തന്നെ SBCID ഈ വർഷം തീരുന്ന ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോമൺ പ്രിലിംസിനകത്ത് ഈ പരീക്ഷകളെല്ലാം പെടും. അതായത് SBCID ആയിക്കോട്ടെ, എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, കാറ്റ് ആയിക്കോട്ടെ, നാഷണൽ സേവിങ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് എല്ലാം കൂടെ ചേർത്തൊരു കോമൺ പ്രിലിംസ് എക്സാം നടക്കും. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഫെബ്രുവരി മാസത്തെ കലണ്ടറിൽ SBCID എക്സൈസ് ഇൻസ്പെക്ടറും ആ പരീക്ഷകളുടെ ഡേറ്റ് ഉണ്ടായേനെ. ഓക്കെ, അപ്പൊ ഇനി കോമൺ പ്രിലിംസിനകത്തായിരിക്കും ഇതെല്ലാം വരാൻ പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടൊരു മെയിൻസ് എക്സാം കാണും. ആ സമയത്ത് സെപ്പറേറ്റ് എക്സാം നടക്കും. ഓക്കെ, അപ്പൊ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകും. എത്ര പരീക്ഷകൾക്ക് ചേർത്തായിരിക്കും കോമൺ പ്രിലിംസ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ ഏതാണ്ട് ഒരു 8 or 9 പോസ്റ്റുകൾക്ക് ചേർത്താണ് കോമൺ പ്രിലിംസ് എക്സാം വരുന്നത്. നന്നായിട്ട് വർക്ക് ചെയ്തോടാം. പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരിക്കലും മിസ്സാക്കരുത്. കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്തുകൊണ്ട് മിസ്സാക്കരുത് എന്ന് പറയുന്നു, ഏതാണ്ട് 4000-ലധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ്. 2027 റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യ പേരുകൾ ആരുടേതായിരിക്കണം? നിങ്ങളുടേതായിരിക്കണം. അതിനുവേണ്ടി സ്വപ്നം കണ്ടോ, അതിനുവേണ്ടി എഫേർട്ട് കൊടുത്തോ, അതിനുവേണ്ടി അധ്വാനിച്ചോ. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്തോ. അപ്പൊ സൂപ്പർ നോട്ട്സിന്റെ ഡിഗ്രി ലെവൽ സ്കോഡ് ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തകർപ്പൻ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ച് ആണത്. അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 8281223366. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ. 250 പേർക്ക് മാത്രമേ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോയിക്കോളാം. നമുക്ക് ക്ലാസ്സിൽ കാണാം.